എൻ്റെ ഉമ്മാക്ക് എന്ത് ചെയ്യുന്നു ഒരുപാട് ആഗ്രഹം എന്നൊരു സ്റ്റാറാക്കണം. ആ ഒരു ഇന്ത്യ നടന്മാരൊക്കെ ആണ്, അവരൊന്നും ഭയങ്കര ഫാൻസ് ആണല്ലോ. ഒരാൾക്ക് ആഗ്രഹമുണ്ട്, പൈസ കൊടുത്താൽ തന്നെ ആവാന്നുള്ളൊരു കാലമാണ്. ആ രീതി മാറ്റി അതിലൊരു പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഉണ്ടാക്കി മിസ്യൂസ് ചെയ്യുന്നവരൊക്കെ നമ്മൾ നശിക്കണമെങ്കിൽ, നമ്മളെ ദ്രോഹിക്കണമെങ്കിൽ, നമ്മളൊരാളെ ദ്രോഹിക്കണമെങ്കിൽ എന്ത് കാരണം നമ്മൾ പറഞ്ഞത് ചാൻസ് ഒരിക്കൽ കൊടുക്കാറില്ല. മോഡലിങ്സിന് ക്വാളിറ്റീസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് മോഡൽ എന്ത് ചെയ്യാൻ ആവുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് മോഡലിംഗ് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ പലതിലും ഒരുപാട് കരിയർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടിക്ടോക്കൊക്കെ കയറിയ സമയത്ത് ഒരുപാടൊക്കെ നല്ലതുണ്ടായി. മാറ്റം വരണം എന്നുള്ള ഇപ്പോൾ ഇവിടുത്തെ ഇൻഡസ്ട്രിയാണ് ഒരുപാട് നടക്കുന്നത്. പുറത്തൊക്കെ വെച്ച് ഇന്റർനാഷണൽ ഷൂട്ട്സ്, ഔട്ട് ഓഫ് ഇന്ത്യ ഷൂട്ട്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ സ്റ്റുഡിയോസ് ഉണ്ടാവും, കാസ്റ്റിംഗ്, പിന്നെ അതേപോലെ ഇത്രയും ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടീംസിന് അല്ലെങ്കിൽ ആ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. വെൽക്കം ടു ഗ്രേസ് ഫാഷൻ. ഇത് നമ്മളോടൊപ്പമുള്ള ഗസ്റ്റ് സൂപ്പർ മോഡൽ ആക്ടർ സിദ്ദിഖ് ഖാനാണ്. സോ വെൽക്കം ടു ദി ഷോ. ഹൂ ഈസ് സിദ്ദിഖ് ഖാൻ? ഞാനോ? യെസ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മോഡലാണ്, അതേപോലെ ആക്ടറാണ്. ആക്ടർ ഇപ്പോൾ മൂവി ചെയ്യുന്നത് ആക്ടിങ് ആണ്. ഒരു 15 വർഷമായി ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തു. സോ എനിക്കിപ്പോൾ മൂവി ആയിട്ടുള്ള കാര്യങ്ങളാണ്. മോഡൽ ആക്ടർ, അതെ. ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏഷ്യൻ കൺട്രീസ് പാരീസ് മോഡൽ ഏജൻസി ചെയ്യുന്നുണ്ട്. ഏഷ്യൻ ബേസ്, മലേഷ്യ, സിംഗപ്പൂർ, ലൈക്ക് ആൾ ഓവർ ഇന്ത്യ, അതുപോലെ കേരളം ഒക്കെ വർക്ക് ചെയ്ത് കവർ ചെയ്തു. ഇപ്പോൾ ഫാഷൻ ഷോസ്, അതേപോലെ പ്രിന്റ് ഷൂട്ട്സ്, TV ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 15 വർഷം ഇൻഡസ്ട്രീനെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മൂവി വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പാട്ടിൽ ആക്ടർ ആക്കി പോവാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ. കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായി. ചെറുപ്പത്തില് നമ്മൾ ഈ മോഡലിംഗുള്ള കൺസെപ്റ്റ് അല്ലല്ലോ. ഇപ്പൊ TV അന്ന് ഞാൻ പറഞ്ഞേ, എന്താ പറയാ, ഒരു ചാനലുകളിൽ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് എടുത്തുന്നു, ചെറിയൊരു വീഡിയോ ടൈപ്പ്, അങ്ങനെ സൂര്യ TVയിലൊക്കെ അന്ന് അങ്ങനെ ആ ഫോട്ടോസ് ഒക്കെ എടുക്കുക. സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല. അപ്പൊ ആ സമയമായപ്പോ പിക്ചേഴ്സ് ഒക്കെ എടുത്തു. അങ്ങനെ എന്ത് ചെയ്ത് അത് പോസ്റ്റ് വഴി അയക്കുക. അങ്ങനെ ഇൻഡസ്ട്രിയിൽ പിന്നെ എന്റെ ഉമ്മാക്ക് എന്ത് ചെയ്യുന്നു ഒരുപാട് ആഗ്രഹം എന്നൊരു സ്റ്റാറാക്കണം. ആ ഒരു ഇന്ത്യ നടന്മാരൊക്കെ ആണ്, അവരൊന്നും ഭയങ്കര ഫാൻസ് ആണല്ലോ ഗേൾസ് ഒക്കെ. അപ്പൊ ഉമ്മാക്ക് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉമ്മാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി. പിന്നെ എന്താ പറയാ, ഒരു 15 വർഷം ബാക്കിലോട്ട്. പിന്നെ 2 വർഷം ഞാൻ 15 വർഷം സത്യത്തിൽ 13 വർഷമാണ്. കാരണം 2 വർഷം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. എന്താ കാര്യങ്ങളൊന്നും നമ്മളറിയണമല്ലോ കാര്യത്തിൽ പോകുമ്പോൾ. അപ്പൊ അതിനെപ്പറ്റി സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ പോപ്പായിട്ട് ഇറങ്ങി ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു എന്താ പറയാ, ഒരു 11 വർഷം കംപ്ലീറ്റ് ആവാം. 24 ആവും. സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അതിനൊക്കെ എഫോർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്? ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് സ്റ്റഡി ചെയ്യും. സർവൈലൻസ് എത്രത്തോളം ആയിരുന്നു? സർവൈലൻസ് എന്ന് പറയുമ്പോൾ നമ്മള് പണ്ടൊക്കെ ഓഡീഷൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ ഏജൻസീസ് അങ്ങനെ ഗ്രോത്ത് ആയിട്ടുള്ള ടൈമാണ് ഉണ്ട്. എന്നാൽ തന്നെ അത് വലിയൊരു മേഖലയിലാണ്. അപ്പം നമ്മൾ ബാംഗ്ലൂർ പുറത്താണുള്ളത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഓഡീഷൻസ് ഒരുപാട് ഉണ്ടാവും ചെന്നൈ അവിടെയൊക്കെ ആയിട്ട്. വീട്ടുകാരെ സമ്മതിക്കുന്നു. കാരണം എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ഡോക്ടറാണ്. സോ അവൻ ഡോക്ടർ പഠിക്കുകയാണ്. അപ്പൊ ഞാനെന്ന് പറയുന്നത് ജസ്റ്റ് ഡിഗ്രി പഠിക്കാൻ, +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുകയാണോ കേരളം. അപ്പം ഒരു ആക്ടിങ് മോഡലിംഗ് എന്നൊക്കെ പറയുമ്പോൾ വിടുവോ? ഇതിൽ ഇങ്ങനെ അലയണ്ടേ, ഫ്യൂച്ചർ എന്താവും, കരിയർ എന്താവും എന്നുള്ളൊരു എന്താ പറയാ ഒരു ചിന്താഗതിയാണല്ലോ പേരൻസ് ആവുമ്പോൾ. അപ്പൊ ആ രീതിയിലായപ്പോൾ അങ്ങനെ എന്താ പറയാ ഒരു പ്രശ്നം, ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാരെ അറിയാതൊക്കെ എന്ത് ചെയ്യും. അപ്പൊ അതൊക്കെ ഞാൻ സ്പോർട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ രീതിയിൽ പതുക്കെ ട്രെയിനൊക്കെ എടുക്കും, കള്ള വണ്ടിയൊക്കെ കയറും ചിലപ്പോ. കാരണം ആ സമയമല്ലേ, ഒരു പൈസ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. വീട്ടുകാരെ കൺസെപ്റ്റ് നമ്മളാ ഒരു ഇതിൽ ചുറ്റുപാടത്താണല്ലോ പറയുന്നത്. അങ്ങനെയൊക്കെ എന്താ പറയാ കയറി ഓഡീഷൻസ് ഒക്കെ പോയി. അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായി, എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ നമ്മള് നോക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഒരു ഇപ്പൊ ഒരുപാട് ബേസ് ഉണ്ട്. ഇപ്പം ഒരു മോഡൽ ആയി വരണമെങ്കിൽ അപ്പൊ ഞാനിപ്പം സൂപ്പർ മോഡൽ തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സൂപ്പർ മോഡൽ, ഇന്റർനാഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു അപ്കമിങ് മോഡൽ. പക്ഷെ ആ ഒരു മോഡൽ ഇൻഡസ്ട്രിയിലോട്ട് ചെറിയ വർക്കുകൾ ചെയ്ത് വരുന്നൊരു വ്യക്തി, പിന്നെ മോഡൽ. അപ്പൊ അത് നമ്മളൊരു അറൗണ്ട് പ്ലേസിൽ കാര്യങ്ങളിൽ ഒരു മോഡലായിട്ട് ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുക. അതായത് മോഡൽ 2 സ്റ്റേജ് ആയിട്ടോ. 3ാം സ്റ്റേജ് എന്ന പോർഷൻ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആൾ ഓവർ നമ്മൾ പ്ലേസ്, സ്റ്റേറ്റ്സ്, അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യും. ആൾ ഓവർ ഇന്ത്യ നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുമ്പോൾ പോർഷൻ മോഡലാണ്. സൂപ്പർ മോഡൽ എന്ന് പറയുന്ന ക്യാച്ച് പ്രൊഫഷണൽ മോഡൽ. അതെ. സൂപ്പർ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു TV ഷോസ്, TV റിയാലിറ്റി ഷോസ്, ന്യൂസ് റിയാലിറ്റീസ്, നമ്മളൊരു ആക്റ്റീവായിട്ട് നമ്മൾ അവാർഡ്സ് കിട്ടും, ഫാഷൻ അവാർഡ്സ് കിട്ടണം. അതേപോലെ തന്നെ
മുമ്പോട്ട് ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ ഒരു വാല്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള മോഡൽ സൂപ്പർ മോഡൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. പിന്നെ ഇന്റർനാഷണൽ മോഡൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അതിനെല്ലാം ബ്രാൻഡ്സ് അംബാസിഡർ ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള മോഡൽസ് ആണ് ഇന്റർനാഷണൽ മോഡൽ. ഇതാണ് കാറ്റഗറീസ്, മനസ്സിലാവും. അതെ അപ്കമിങ് മോഡൽ, മോഡൽ പ്രൊഫഷണൽ മോഡൽ, സൂപ്പർ മോഡൽ, ഇന്റർനാഷണൽ മോഡൽ. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഉണ്ട്. അതൊന്നും കറക്റ്റ് ബേസിക്കലി ആൾക്കാർക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറീസ്. ഇതുപോലെ ഡ്രസ് ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി ഇപ്പൊ മോഡലായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് വിളിക്കില്ലേ, അപ്പൊ ആ ഒരു ഫിഗറിൽ പിന്നെ അതിൽ എനിക്ക് കംഫർട്ട് ഇതാണ്. പക്ഷെ മോഡൽ എന്നുള്ള നിരക്ക് എന്ത് ചെയ്യാം, കംഫർട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം സോഷ്യൽ മീഡിയസിൽ അതൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരുപാട് ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ അതായത് മോഡലിംഗ് രംഗത്തോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അതായത് സോഷ്യൽ മീഡിയയിലാണ് അവർ കൂടുതൽ ഫോട്ടോസ് ഒക്കെ ഇടുന്നത്. ആ ഒരു രീതിയിലാണ് അല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവ്. നമ്മൾക്ക് സമയത്തൊന്നും സോഷ്യൽ മീഡിയ അങ്ങനെ ആക്റ്റീവ് അല്ല, വന്ന് തുടങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് പേര് മോഡലിംഗും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ പലതിലും ഒരുപാട് കരിയർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ടിക്ടോക്കർ കയറിയ സമയത്ത് ഒരുപാടൊക്കെ നല്ലതുണ്ടായിട്ടുണ്ട്. അതേസമയം സെയിം സൈഡിൽ പേഴ്സണൽ ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട്. കാരണം ഫേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അറിയില്ല കറക്റ്റ് ചെയ്താന്നുള്ളത്. അപ്പൊ നമ്മൾ പിക്ചേഴ്സ് എടുക്കുക എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഒരുപാട് മോഡലിംഗ് 3 ടൈപ്പാണ്. ഇപ്പൊ റൺവേ ഷോസ്, ഫാഷൻ റൺവേ ഷോസ്, പിൻ ഷൂട്ട്സ്, ആർട്സ്, അതേപോലെ TV ആർട്സ് ഉണ്ട്. 3 ടൈപ്പാണ് വരുന്നത്. ഈ 3 ടൈപ്പിലും ഈ റൺവേ ഷോസിന് ഹൈറ്റ് ബേസ് ഒരു 5'9" എബോവ് 5'6" എബോവ് റൺവേ ഷോസ് മോഡലാവാൻ പറ്റും. കാരണം പുറത്തുനിന്ന് ഡിസൈനേഴ്സ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ആ ഫിറ്റ് വേണം. പെർഫെക്റ്റ് മെയിൻ്റെ ഹൈറ്റ് ആണ് 6 feet 5'9". ആ മസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റാം മോഡലായിട്ട് എന്ത് ചെയ്യും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പിൻഷൂസിന്റെ കാര്യത്തിൽ ഹൈറ്റ് മസ്റ്റ് അല്ല, മറ്റേ ഫേസ് വാല്യൂ വേണം, ഒരു കണ്ണ് ഷാർപ്നെസ് വേണം, ഒരു ലുക്സ് വേണം, ക്യാമറ ഫേസ് വേണം, ആറ്റിറ്റ്യൂഡ് വേണം, സ്കിൽസ് വേണം. നമ്മൾ എന്താ പറയുക കോൺഫിഡൻസ്, അതേപോലെ നമ്മൾ ടോക്കിംഗ് സ്കിൽസ് എല്ലാം നമ്മൾ ഡെവലപ്മെന്റ് ആക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അപ്പൊ ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ മസ്റ്റാണ്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നത് അതുവഴി ഒരുപാട് സഹായം ഓഡീഷൻസ് വരുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഓഡീഷൻസ് ഒന്നും അറിയില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച ഓരോ കണക്ഷൻസ് വഴി കോൾ വഴിയൊക്കെ പോവാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്ത് കണക്ട് ചെയ്താൽ നമ്മൾ ഓഡീഷൻസിലൊക്കെ പോയി ചെയ്തത്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഇപ്പൊ ലേണിംഗ് കൂടുതലാണ്, എളുപ്പമാണല്ലോ. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു കാര്യം പറയുന്നത് അത് കേൾക്കുന്നു, അതെന്താന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം, അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ സാധ്യത സോഷ്യൽ മീഡിയ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. മനസ്സിലായോ? സോഷ്യൽ മീഡിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്പം ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ മോഡലാകും പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ല, നമ്മള് അങ്ങനെ ഒരു മോഡലാണോ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്ത് വരണം. മനസ്സിലായി? ഈ മറ്റേ 2 കാര്യത്തിൽ ഹൈറ്റ് ബേസ് ചെയ്തില്ല. പക്ഷെ പ്രൊഫഷണൽ മോഡൽ എന്നുള്ള നിലയ്ക്ക് ഹൈറ്റ്, ഫേസ് വാല്യൂ, ആ ഒരു ഷാർപ്നെസ്, കോൺഫിഡൻസ്, ടോക്കിംഗ് സ്കിൽസ്, ഒരു നമ്മളായിട്ടുള്ള സ്കിൽസ്, ആക്ടിംഗ് സ്കിൽ ആയിക്കോട്ടെ, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ മോഡൽ എന്നുള്ള നിലയ്ക്ക് ആ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മോഡലാണ്. അല്ലാതെ ഇൻഷൂർസ് ഒക്കെ ചെയ്യാം, TV ആർട്സ് ഒക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഇത് മസ്റ്റാണ്. ആ ഒരു ഫിറ്റ്നസ് ഒക്കെ കീപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബൈ ചാൻസ് അങ്ങനെ ക്വാളിറ്റീസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകും. അല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിങ്ങനെ പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പറയാമല്ലോ, പറയുന്നതിൽ കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അതേപോലെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം. പറയില്ല, ചെയ്യുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് ചെയ്യണമല്ലോ, നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ ഏത് കാര്യം ചെയ്യുമ്പോൾ. അതിന് അങ്ങനെയുള്ള ഇത് നിരലുണ്ട്. എന്താ ഇപ്പൊ ഓരോരുത്തർ പറയുന്ന രീതിയല്ലേ, കറക്റ്റ് ഏതാണ് ഇങ്ങനെയൊക്കെയാണുള്ള ഉപകാരം ഉണ്ടാവും. അപ്പൊ ഇതാണ് സോഷ്യൽ മീഡിയാസ് ഉള്ളത്. പിന്നെ ഓരോ ഫേക്ക് പീപ്പിൾസ് ഉണ്ടാവും പല രീതി. കാരണം ഒരാളെ സ്വപ്നം വേറൊരു വ്യക്തിക്ക് എന്താണ് ഇന്നിപ്പോ ലാഭമാണ്. സ്വപ്നങ്ങളാണല്ലോ എല്ലാവരും മുതൽ മുടക്ക്. ഈ മോഡലിംഗ് ഫീൽഡിൽ തന്നെ ഡെഡിക്കേഷൻ കാര്യം പറഞ്ഞല്ലോ. ഇന്നത്തെ മോഡലിംഗ് ഫീൽഡിലെ ഡെഡിക്കേഷന്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ മോഡലിൽ ഇപ്പം അവൈലബിലിറ്റി കൂടുന്നു, കൂടെ വാല്യൂ. ഇപ്പം ആക്ടിങ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്കില്ലാണ് നമുക്ക് മെയിൻ വേണ്ടത്. റൈറ്റ്? പിന്നെ നമ്മൾ ആ ഒരു മൂവിക്ക് ഒരു പ്രിപ്പറേഷൻ ആണെന്നുള്ളത്. മോഡലിംഗ്സിന് ക്വാളിറ്റീസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് മോഡൽ എന്ത് ചെയ്യാൻ ആവാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സ്കിൽസ് വേണം, ടോക്കിംഗ് സ്കിൽസ്, ഹൈറ്റ് വാല്യൂ, ഒരു മെന്നിന് ഫിറ്റ്നസ് യു മസ്റ്റ് കീപ്. മെന്നാകുമ്പോ അങ്ങനെയാണ്. ഫീമെയിൽസിനാണെങ്കിൽ ആ ഒരു ഷേപ്പ്നെസ്, സെക്സിനെസ് അല്ലേ, എല്ലാ ആവശ്യം അല്ല ഞാൻ പറഞ്ഞത്. ഒരു സെക്സി ഫേസ് ആയിരിക്കാം, ഹോട്ട്നെസ് ആയിരിക്കും. ആ ഒരു ഫീമെയിൽ മോഡൽസിന് മെയിൻ വേണ്ട കാര്യങ്ങളൊക്കെ.
അപ്പൊ ആ ഒരു ബേസ് ഹൈറ്റ്, ഫേസ് വാല്യൂ, ഇതൊക്കെ മെല്ലിന് സെയിം ഫേസിൽ എന്ത് ചെയ്യണം ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ലൈക്ക് നമുക്കത് ചെയ്ത് കാര്യങ്ങളാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സംഭവങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു പരാതിയുണ്ട്, മെൻസ് ആണ് കൂടുതൽ പരാതി പറയുന്നത്, ഗേൾസിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മെൻസിന് കിട്ടുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ നോക്കണേ, ഫാഷൻ ഇൻഡസ്ട്രി നോക്കണം, ഒരു 80% ഫീമെയിലാണ് ഫാഷനുള്ള അറിയാലോ. ഫാഷനുള്ള കാര്യങ്ങൾ ചാൻസസ് 80% ഫീമെയിൽസ് ആണ് കൂടുതൽ. 20% ആണ് എന്ത് ചെയ്യുന്നത്, മെന്നിന് വരുന്നത്. അതിൽ 20% നമ്മൾ ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റീസ് ഉണ്ടാവും. Right, I told you, right? We have qualities, then we can become like model. അപ്പൊ ആ ക്വാളിറ്റീസ് ബേസ് ചെയ്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പ്രോപ്പറായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. നമുക്കൊരു വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എവിടെയും എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നേടാനും പറ്റും. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനും പറ്റും, സ്ഥാനത്തെത്താനും പറ്റും. അപ്പൊ ആ ക്വാളിറ്റീസ് ബേസ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്ത് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും എത്താം. അപ്പൊ അതിലൊരാളാണ് ഞാൻ. അപ്പൊ ആ 20% നമ്മൾ ആവാന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള കാര്യം, വളരെ കോമ്പറ്റീഷൻ ഉള്ള കാര്യമാണ്. ഞാൻ എന്നറിയാൻ നാളെ വേറെ ആൾ എന്ത് ചെയ്യും, വരും, വന്നില്ല. പക്ഷെ അതിനൊരു കാര്യമാണ്, നമ്മളത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും, ഉണ്ടാവും. പിന്നെ കൂടുതൽ പറയാൻ എന്താ, പല ഫേക്കിൽ പോയി വിടാറുണ്ട്, ഫേക്ക് ഗ്രൂമിങ് പല കാര്യങ്ങൾ. ഇപ്പൊ ഡാലു, കൃഷ്ണദാസ്, അതേപോലെ ജൂലി, ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പൊ കൊറിയോഗ്രാഫേഴ്സ്, അവർ എന്റെയും ഗ്രൂമേഴ്സും കൂടിയാണ്. അവർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ. സോ അവരൊക്കെ നല്ല പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഹൈറ്റ് ബേസ് അല്ലെങ്കിൽ ഒരാളെ ഡ്രീം ഇല്ലാതാവുന്നത് എന്താ, നമ്മളത് വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഫേക്ക് ആകുമ്പോൾ ആ വ്യക്തി മാനസികമായിട്ട് ഡൗൺ ആവശ്യം. അതാണ് നമ്മൾ പ്രോപ്പർ സ്റ്റഡി വേണം. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ നമ്മളിപ്പോ ഒരു മോഡലാവണമെങ്കിൽ എന്തൊക്കെ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നമുക്ക് സാധിക്കും, എവിടെ നമ്മൾ പോകണം, സ്റ്റഡി ചെയ്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 13 വർഷമാണ്, പക്ഷെ 11 കൊല്ലം ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പൊ 2 വർഷത്തിനെ പറ്റി സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ നോക്കി. അപ്പൊ നമുക്ക് എന്ത് കാര്യം നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടത്, ഏജ് എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഒരു ഏജ് ആണല്ലോ, വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ കണക്കായിട്ട് നല്ലൊരു എന്താ പറയുക ഷാർപ്നെസ് ആയിട്ട് കാണും നമ്മുടെ ഏജ്. ഒരിക്കലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻഡസ്ട്രിയിലോട്ടൊക്കെ പോകുമ്പോൾ കാരണം ഡിഗ്രി ഒക്കെ ഡ്രോപ്പ് ഔട്ട് ആവും പല കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ആ രീതിയിൽ നോക്കിയിട്ട് വേണം ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് കൂടുതൽ നമ്മളെ ഏതാണ്, നമ്മള് ചതിക്കപ്പെടണം, വഞ്ചിക്കപ്പെടണം, ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെന്ത് കുറ്റക്കാരൻ, റൈറ്റ്? ഈ മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ടോ? മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഡിസൈൻസ് പഠിപ്പിക്കുന്നുണ്ടാവും, അതെങ്ങനെ സ്റ്റൈലിംഗ് ഉണ്ട്. ഇപ്പൊ ഒരു മോഡലായിട്ട് വരുന്ന ആൾക്ക് പിന്നെ കൊറിയോഗ്രാഫർ ആണ്. ഒരു മോഡൽ തന്നെ മോഡലിനെ കൊറിയോഗ്രാഫർ ആണ് പറ്റും, വർക്ക് ചെയ്ത ഒരാൾക്കല്ലേ കൊറിയോഗ്രാഫർ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് മോഡലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ സ്റ്റൈലിസ്റ്റിലേക്ക് ഇൻട്രസ്റ്റ് വരും, പല രീതിയിലും പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയുന്ന പറഞ്ഞാൽ ആ ഒരു ബേസിൽ ചിലവർ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പ്രോപ്പറായിട്ടില്ല. ഒരു ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് ആ ഒരു പാട്ട് കൊടുക്കണമില്ല, അപ്പൊ അതിന്റെ പേരിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള അറിയാനുള്ളവരൊക്കെ എന്ത് ചെയ്യും, അത്രയും ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, അവർ നോക്കും. ഒരുപാട് അലഞ്ഞിങ്ങനെ ഇപ്പൊ ഞാൻ 2 വർഷം കളഞ്ഞ പോലെ കളയാൻ താല്പര്യമില്ലാത്ത എന്ത് ചെയ്യും, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് ഗ്രൂമേഴ്സായിട്ട് അത്രയും നോളജ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ സ്റ്റഡി ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിലല്ല. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒന്നും ആവശ്യം കറക്റ്റ് ഇല്ലെന്നുള്ളതാണ്. അത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു മെൻ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള ഒരു മെൻ എന്താണ് ഇപ്പൊ നമ്മളെ ചാണക്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ ശരീരം ഇത്ര അക്ഷരം കൊണ്ടുള്ള രീതിയാണ്. ഒരു മെനിന്റെ മുതുകിൽ ഒരു യഥാർത്ഥ ഒരു പുരുഷന്റെ ശരീരഭംഗി അല്ലെങ്കിൽ ശരീരം എന്ന് പറയുമ്പോൾ ആ ഒരു ഇത്ര അക്ഷരം മുതുകിൽ എഴുതാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരാളെ മെഷർമെന്റ് കാര്യങ്ങൾ, അംഗവൈകല്യം ഉണ്ടാവും, ചെയ്യലളവുകൾ, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഓരോ രീതിയാണല്ലോ, നമ്മൾ മലയാളീസ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ തത്വങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുരുഷന് ഇത്ര ഹൈറ്റ് വേണം, 6 അടി ഹൈറ്റ് ഉള്ളത് ഒറ്റ പുരുഷന്, ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉള്ള കാര്യങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം, വരാം. പിന്നെ ലൈഫ് ഷൂട്ടിലൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു പ്രോപ്പർ സ്റ്റഡിയോ ഓഡീഷൻസ് ഒക്കെ പോയാലും കറക്റ്റ് മനസ്സിലാവും. അങ്ങനെയൊക്കെ വേണം നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് കാര്യം. മിസ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നശിക്കണമെങ്കിൽ, നമ്മൾ ദ്രോഹിക്കണമെങ്കിൽ, നമ്മളൊരാളെ ദ്രോഹിക്കണമെങ്കിൽ എന്ത് കാരണം നമ്മൾ പറഞ്ഞത് ചാൻസ് ഒരിക്കൽ കൊടുക്കാറില്ല ഉണ്ടാകും. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഒരാളെ മിസ്യൂസ് ചെയ്യണമെന്ന് ആ വ്യക്തി എനിക്ക് ചാൻസ് ഒരുക്കി തരാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തുണ്ടാണോ നമ്മളാണ്. അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. മനസ്സിലാവുന്നത്? നമുക്ക് എന്റെ ഒരു രീതിയിൽ എനിക്കാണെന്നുള്ള എനിക്കൊരു ക്വാളിറ്റി അതിനോട്. സോ എനിക്ക് എന്റെ ക്വാളിറ്റി മതി എന്ത് കാര്യം. അപ്പൊ ഞാൻ എന്റെ ബേസിൽ പോകുന്ന വ്യക്തിയാണ്.
മിസ്യൂസ് ഒക്കെ ഉണ്ടാവും. നമ്മളതിൽ നിന്ന് അത് അഴിഞ്ഞു നിന്നിട്ടാണ് നമുക്ക് നമ്മളെ സ്വന്തം കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മളെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതൊന്നും ആക്കേണ്ട കാര്യമുണ്ടോ? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാരണം നമ്മുടെ മോഡൽ ഫീൽഡിൽ മാറിയത് അല്ലെങ്കിൽ മാറ്റം വരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് മാറ്റം വരണം എന്നുള്ള ഇപ്പൊ ഇവിടുത്തെ ഇൻഡസ്ട്രിയാണ് ഒരുപാട് നടക്കുന്നത്. പുറത്തൊക്കെ വെച്ച് നോക്കണം, ഇന്റർനാഷണൽ ഷൂട്ട്സ്, ഔട്ട് ഓഫ് ഇന്ത്യ ഷൂട്ട്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ സ്റ്റുഡിയോസ് ഉണ്ടാവും, കാസ്റ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ ഇത്രയും ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടീംസിന് അല്ലെങ്കിൽ ആ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 5 വർഷം ടാർഗറ്റ്, ഉദാഹരണം പറയാം, 5 വർഷം ഞാൻ ഒരു ഇന്റർനാഷണൽ ഷൂട്ട്സിന് ടാർഗറ്റ് ഇട്ട് ഒരു മോഡൽ അവരെ മെയിൽ ഐ ഡി അവരെ കറക്റ്റ് ഏജൻസിന്റെ കറക്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ എനിക്കൊരു 1 വർഷം എടുത്തിട്ടേ ഞാനല്ല അതാ പറഞ്ഞത് ഫോക്കസ് സ്റ്റഡി. ഞാനൊരു കറക്റ്റ് എനിക്ക് മെയിൽ ഐ ഡി അവരെ കറക്റ്റ് കിട്ടാൻ ഒരു വർഷം എനിക്ക് ടൈം എടുത്ത് തപ്പി പിടിക്കാൻ എടുത്ത് കാരണം നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് അടിയണ്ടേ. അങ്ങനെ എടുത്ത് ഞാൻ 5 വർഷം ടാർഗറ്റ് അവർക്ക് മെയിൽ ചെയ്ത് തുടങ്ങി. അവർക്ക് മെയിൽ ചെയ്ത് തുടങ്ങി ഒരു 3 വർഷമായപ്പോൾ എനിക്ക് പ്രോപ്പർ റിപ്ലൈ 3 വർഷമായപ്പോൾ. സോ ഞാനൊരു 2000 എബോ മെയിൽസ് തന്നെ ചെയ്തു. അതാണ് റിസർവേഷൻ. നമ്മളൊരു കാര്യത്തിന് അല്ലാതെ ഒരിക്കലും നമുക്കൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങണം. അപ്പൊ അവരൊന്ന് കാലിന്റെ അളവ് നോക്കും, ബോഡി മെഷർമെന്റ്സ് നോക്കും, പലതും നമ്മൾ നോക്കും. കാരണം അവരൊരു ഷൂട്ടിന് റെക്കമെൻഡ് ചെയ്യും, ഏത് ബ്രാൻഡ്സ് ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാണ് മോഡൽസ് എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ആ ഒരു മെഷർമെന്റ്സ് എന്ത് ചെയ്യണം കറക്റ്റ് ആയിരുന്നു. ചെവി ഒന്നും പൊങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല കിട്ടില്ല. കാരണം ഒരു ബ്രാൻഡ് ഇപ്പൊ ഷൂസ് ആയിരിക്കും വിളിക്കുക, ഇപ്പൊ ഒരു മോഡൽസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഓഡീഷൻസ് ഉണ്ടാവും ഇവിടെ. കറക്റ്റ് പോപ്പപ്പ് ഓഡീഷൻസ് കറക്റ്റ് രീതിയിൽ മനസ്സിലായി. ഇപ്പൊ ഒരാൾക്ക് ആഗ്രഹമുണ്ട് പൈസ കൊടുത്താൽ തന്നെ ആവാന്നുള്ളൊരു കാലമാണുള്ളത്. ആ രീതി മാറ്റിയിട്ട് അതിലൊരു പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റീസ് മാത്രം ബേസ് ചെയ്ത രീതിയിൽ പോയാൽ എന്ത് ചെയ്യും, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോഴാണ് ആ ഒരു സംഭവമാണ് കൂടുതൽ വേണ്ടത്. മനസ്സിലാവുന്നുണ്ടാവും. ഏത് ഇൻഡസ്ട്രിയും ക്വാളിറ്റീസ് ഉണ്ടാവണമല്ലോ. ഒരുപാട് അവൈലബിലിറ്റി എല്ലാവർക്കും ആവാന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ ഇതിനൊരു വാല്യൂ ഉണ്ടാവുമോ? ഇല്ലല്ല, കുറവാണ്. ആ ഒരു വാല്യൂ അതിനായിട്ടുള്ള ആക്ടിൽ ആ കാര്യത്തിൽ കറക്റ്റ് വേലി പോയാൽ എല്ലാവർക്കും വാല്യൂ ഉണ്ട്. ആ ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ വരേണ്ടതെന്നാണ് എൻ്റെ ഒരു കാര്യം. അത് വന്നാൽ തന്നെ ഡെവലപ്മെന്റ് ഉണ്ടാവും. പുറത്തുനിന്നൊക്കെ ഡിസൈനേഴ്സ് വന്ന് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡൽസിന്റെ ഒരു അല്ലെങ്കിൽ മെഷർമെന്റ്സ് കൊടുക്കും. അപ്പൊ ആ ഒരു ഫിറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നു. ആ ഒരു ക്വാളിറ്റീസ് നമ്മൾ ബേസിൽ നോക്കിയിട്ട് സെലക്ഷൻ ഓഡീഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോപ്പുലർ കറക്റ്റ് റേറ്റിൽ ആ രീതിയിലുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് കൊണ്ടുവരേണ്ട ഒരു മെയിൻ കാര്യം. ഫാഷൻ ഷോ പോലെ തന്നെ അത്രത്തോളം സജീവമാണല്ലോ പേജിന്റെ. പേജിന്റെ എന്ന് പറയുന്നത് ഇപ്പം ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ പറ്റി അറിയാൻ, അതേപോലെ തന്നെ വ്യക്തിയുടെ കഴിവ് പ്രകടിപ്പിക്കാൻ, ഓക്കെ, എത്രത്തോളമാണ് ആ വ്യക്തിയുടെ കഴിവുകൾ, ആ വ്യക്തി എത്രത്തോളം സ്വയം മനസ്സിലാക്കാൻ, അതൊരു മത്സര രീതി കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവണം ഒരു ഡ്രീംസ് ഉണ്ടല്ലോ. അതിനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും നമ്മളൊരു സ്വയം നമുക്കും വേണ്ടി നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുന്നതിനും ബൂസ്റ്റപ്പും കാര്യങ്ങൾക്കും കോൺഫിഡൻസ് എല്ലാ രീതിയിലും ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സംഭവം ഈ പേജൻസ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്തിന് പേജൻസ് വെച്ച് ഒരിക്കലും ഒരു മോഡലാവാൻ പറ്റുമെന്നില്ല. മോഡലിംഗ് രീതിയിൽ ഞാൻ പറയാണ്. അപ്പൊ ആ മോഡലാവാൻ പറ്റുന്നില്ല. കാരണം അതിൽ ഹൈറ്റ് ബേസ് കാര്യം നോക്കിയിട്ടൊന്നും പേജൻസിൽ വരിക. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു വാല്യൂ ഉള്ള പേജ്. അപ്പൊ അത് ഇയറിൽ ഒരു 2 വർഷം കൊണ്ടുപോയിട്ടാണ് ചിലപ്പോൾ ചെയ്യാം. ഒരുപാട് ഇപ്പൊ സ്വന്തം സ്വാർത്ഥതയ്ക്കും ബിസിനസിനും പണത്തിനൊക്കെ ഒരുപാട് പേജൻസ് നടക്കുന്നുണ്ട്. കേരളത്തിൽ വാല്യൂ ഉള്ള പേജൻസ് ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അങ്ങനെയുള്ള പേജസ് നടക്കുന്നുണ്ട്. ഹൈറ്റ് ബേസ് നോക്കിയിട്ടൊന്നുമില്ല. ആർക്കും എന്ത് ചെയ്യാൻ മനസ്സിലായി. മിസ് യൂണിവേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ മിസ് കേരള ആണെങ്കിലും നിൽക്കുകയാണെങ്കിലും എന്ത് ചെയ്യാം പറയാതെ പറയാൻ പറയല്ല, ട്രൈ ചെയ്യാം. നിനക്ക് ഗോൾഡ് ഇല്ലാന്നില്ല, ആർക്കും ട്രൈ ചെയ്യാം. അതിൽ വിൻ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. കാരണം അതിൽ റൗണ്ട് കോൺഫിഡൻസ് റൗണ്ട് ഉണ്ടാവും, ടാലന്റ് റൗണ്ട് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് റൗണ്ട്സ് വരുന്നില്ല. അതൊക്കെ നമ്മളെ അതെന്താ നമുക്ക് ഗ്രോത്തിനാണ്. ഈ എന്ത് നമ്മളെ ഈ ഫീൽഡിൽ നമുക്ക് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനും ആ വ്യക്തിക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തിലുള്ള രീതിയിലുള്ള പരിപാടി പ്രോഗ്രാംസ് ആണല്ലോ നമ്മൾ എന്ത് ചെയ്യാം വരിക. അപ്പൊ ആ ഒരു ബേസാണ് എന്ത് ഈ ഇത് വരുന്നത്. പക്ഷെ അത് മോഡലിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അതിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കി ക്വാളിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. നമുക്ക് മോഡലിംഗ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, അല്ലാതെ ആ ഒരു ഇതിലുകൊണ്ടൊന്നുമില്ല കാര്യമില്ല.
അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവല് നമ്മൾ ചെയ്ത് പ്രവർത്തി ഒരു ഫീൽഡിൽ നമ്മളിപ്പോ ചെയ്യാനാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, ആ ഫീൽഡിലോട്ട് ഒരു പ്രചോദനമാവും, ഒരു ബൂസ്റ്റപ്പ് ആവും. ലൈക്ക് ലൈക്ക് നമുക്കുള്ളൊരു ആ ബൂസ്റ്റപ്പ് ഉള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്തുകൊണ്ട് ഒരിക്കലും മോഡലായിരുന്നു എന്നുള്ളതൊന്നും പറയുന്നില്ല. സിംപ്ലി എങ്ങനെയാണ് സക്സസിനെ കുറിച്ച് പറയാം? സിംപ്ലി ആയിട്ട് സക്സസ് സിംപിളി ഇപ്പൊ സക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു കാര്യം ആവശ്യമാണ് ഉണ്ട്, ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇന്നടുത്ത ലക്ഷ്യം എത്തിച്ചേരണമെന്നുണ്ട്. പക്ഷെ അവിടെ സ്റ്റോപ്പിങ് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. സക്സസ് ഒരു ചെയ്യുന്നതാണ്, സക്സസ് ഒരു തീരാത്തൊരു ചെയ്യുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളൊരു യാത്ര ചെയ്യുന്നു, അവിടെ വെച്ച് നിർത്തുന്നു. ഇനിയും ഉണ്ട്, നമ്മളെന്തോ ആണെന്നുള്ളൊരു മൈൻഡ് നമുക്ക് എന്ത് ചെയ്യുന്നു വരാൻ പാടില്ല. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഏത് ലെവലിൽ എന്ത് അച്ചീവ്മെന്റ് ചെയ്താലും മുമ്പോട്ട് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. സക്സസ് ആ ലെവലിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ എല്ലാ അച്ചീവ്മെന്റ്സും നടക്കട്ടെ. ഓരോ ആക്ടർ നല്ല ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാണ് ആണല്ലേ. അപ്പൊ എന്തായാലും കരിയറിൽ ഇനിയും ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ. വിശ്വാസം അറിയിക്കുന്നു. ഇത്രയും സമയം കൂടെ താങ്ക് യു സോ മച്ച്.